29 ഹാർട്ട് ഡേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഇന്നിവിടെ ഈ ബീച്ചിൽ തന്നെ ബീച്ച് ലവേഴ്സ് എന്ന സംഘടനയുമായി ചേർന്നുകൊണ്ട് ഒരു കൂട്ടയോട്ടം നടത്തുകയാണ്. നല്ല ആരോഗ്യമുള്ള ഹൃദയം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്നും നല്ല ആരോഗ്യവും ആയുസ്സും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും വേണ്ടത് നല്ലൊരു ഹാർട്ടാണ്. ആ ഹാർട്ടിനുള്ളിൽ നല്ല സ്നേഹവും ദയയും ത്യാഗമനസ്ഥിതിയും എല്ലാം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ഈ ദിവസം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വിദ്യാർത്ഥികളെ എല്ലാവർക്കും നമസ്കാരം. മണത്തല ഗവൺമെൻറ് ഹൈസ്കൂളിലെ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികളാണ് ഇന്നവിടെ ബീച്ചിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ബീച്ച് ക്ലീനിങ്, അതുപോലെ തന്നെ ബീച്ചിൽ എത്തിച്ചേർന്നിട്ടുള്ള അവരുടെ സേവന പ്രവർത്തനങ്ങൾ അതിനെല്ലാവരും വിലമതിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. നാളെ സെപ്റ്റംബർ 29 വേൾഡ് ഹാർട്ട് ദിനമാണ്. ഹൃദയാരോഗ്യത്തിൻ്റെ സംരക്ഷണത്തെക്കുറിച്ച്, ഹൃദയാരോഗ്യം സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടി ചാവക്കാട് ഹയാത്ത് ഹോസ്പിറ്റലും ബീച്ച് ലവേഴ്സും സംയുക്തമായി ഒരു ബീച്ച് റണ്ണ് നാളെ നടത്തുകയാണ്. എല്ലാ സുഹൃത്തുക്കളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കായിക പ്രസക്തിയുള്ള ഒരു വിഷയമാണ് ആരോഗ്യ സംരക്ഷണം, അതിൽ തന്നെ ഹൃദയാരോഗ്യം. നിരവധി ആളുകളാണ് ഹൃദയ സംബന്ധമായ രോഗങ്ങളാണ് ഹാർട്ട് അറ്റാക്ക് മൂലം നിരന്തരം മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്കിലും നമ്മുടെ ആരോഗ്യത്തെ, ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാം എന്നുള്ളതിനെ കുറിച്ച് വിശദമായ ഒരു ക്ലാസ്, ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് ഡോക്ടർ സൗജാദ് മുഹമ്മദിൻ്റെ നേതൃത്വത്തിൽ നടക്കും. അതുപോലെ തന്നെ മാനസികാരോഗ്യവും വ്യായാമവും മാനസികാരോഗ്യവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പ്രമുഖ മോട്ടിവേറ്ററും നല്ല പ്രഭാഷകനുമായ സുലൈമാൻ നസരി, അതുപോലെ തന്നെ ബ്രിഗേഡിയർ എൻ.എ. സുബ്രഹ്മണ്യം സാറ്, റിട്ടയേർഡ് യൂത്ത് സേവാ മെഡൽ, അദ്ദേഹത്തെ പോലുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്ന പരിപാടിയിലേക്ക് പ്രിയപ്പെട്ട എല്ലാ സഹോദരന്മാരെയും സുഹൃത്തുക്കളെയും സ്വാഗതം ചെയ്യുകയാണ്. വ്യായാമം, ആരോഗ്യം, പ്രകൃതി സംരക്ഷണം, അതുപോലെ തന്നെ നമ്മുടെ നാടിൻ്റെ എൻവിറോൺമെൻറ്റ് സംരക്ഷണം ഒക്കെ തന്നെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ബീച്ച് ലവേഴ്സ് പോലുള്ള സംഘടനകളുമായി സഹകരിക്കാൻ തയ്യാറായ മണത്തല ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ടീച്ചർ സംസാരിച്ചു കഴിഞ്ഞു എല്ലാവരും പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.